it's me Ardra, your social science teacher. ജോഗ്രഫിയിലെ നമ്മൾ അടിപൊളി ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ അല്ലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഹിമാലയാസ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. എന്തായിരുന്നു ഹിമാലയാസ്? ഇറ്റ്സ് അബോർഡ് ഓർ ഹൗസ് ഓഫ് സ്നോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ഈ ഹിമാലയാസിന് എന്ത് ചെയ്തിട്ടുണ്ടായി? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായി. എന്തൊക്കെയായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റീജിയൻസ് അല്ലേ. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റീജിയൻസ്. ഇങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് എടുത്തു നോക്കിയാൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അഗെയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസിനെ അഗെയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കിയോ? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 3 parallel range of Himalaya. ഓക്കെ, എന്താണ് 3 parallel range of Himalaya എന്നാണ് ആരറിയപ്പെടുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് എന്ന് നോക്കിയോ? ഒന്നാമത്തതാണ് ദ ഹിമാദ്രി. ഓക്കെ, ദ ഹിമാദ്രി. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ഹിമാചൽ. തേർഡ് വൺ ഇസ് ദ ശിവാലിക്. എന്തൊക്കെയാ? ദ ഹിമാദ്രി, ദ ഹിമാചൽ ആൻഡ് ദ ശിവാലിക്. അപ്പോൾ ഇതിൽ ഒരാളാണ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ആരായിരിക്കും? യെസ്, ഹിമാദ്രിയാണ്. ഓക്കെ, ഹിമാദ്രി എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആനുവൽ എക്സാമിനൊക്കെ ആണെങ്കിലും ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതുപോലെയുള്ള ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, എവിടെയൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാനാണ് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ക്വാളിഫിക്കേഷൻ അപ്പുറത്തേക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മളെല്ലാവരും നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ആൻഡ് അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള നോട്ട്സ് ആൻഡ് സ്ലൈഡ്സ് ആൻഡ് അതിൻ്റെ MCQs ആണെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിലും ഇതൊക്കെ അല്ലേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് ഹിമാദ്രി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്, അപ്പോൾ എന്താണ് ഹിമാദ്രി എന്ന് പഠിക്കാം. ഹിമാദ്രി ഈസ് എ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയാസ്. നമ്മൾ പറഞ്ഞു ഹിമാലയാസിന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ നമ്മൾ ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിൽ തന്നെ ഈ മൂന്നിൻ്റെയും ഏറ്റവും നോർത്തിൽ കാണുന്നത് ആരെയാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിമാദ്രി ഇസ് എ നോർത്തേൺ മോസ്റ്റ് റേഞ്ച്. ഓക്കെ, നിങ്ങൾ എന്താണ് ഹിമാദ്രി എന്ന് നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ട സെൻറ്റൻസ് ആണ് ഇറ്റ് ഈസ് എ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയാസ്. റെഡി? അടുത്ത പോയിന്റ് നോക്കിയോ. It is also called അല്ലെങ്കിൽ it is also known as Great Himalayas and Inner Himalayas. ഇവൻ എന്ത് പേരും കൂടെ ഉണ്ട്. ഈ ഹിമാദ്രിനെ നമ്മൾ എന്നും കൂടെ വിളിക്കുന്നുണ്ട് ഗ്രേറ്റ് ഹിമാലയാസ് എന്നും കൂടെ പറയും. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് ദ ഗ്രേറ്റ് ഹിമാലയാസ് ആൻഡ് ഒരു പേരും കൂടെ ഉണ്ട് ഇന്നർ ഹിമാലയാസ്. എന്താണ്? ഹിമാദ്രി is also known as the Great Himalayas and Inner Himalayas. ഓക്കെ, ആൻഡ് ഇതിന്റെ ആവറേജ് ഹൈറ്റ് ആണ് 6000 meters. എത്രയാണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ്? 6000 meters. റെഡി? നമ്മൾ പറഞ്ഞു ഹിമാദ്രിയുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 6000 meters ആണല്ലേ. അപ്പോൾ ഏറ്റവും ഉയരം കൂടി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഫ്റ്റിയസ്റ്റ് അല്ലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്സ് നമുക്ക് ഇവിടെ കാണാം. ഹില്ലി ഏരിയാസ് നമുക്ക് ഇവിടെ കാണാം, ഹിമാദ്രിയിൽ കാണാം. എന്താണ്? ഇറ്റ് ഈസ് എ മോസ്റ്റ് കണ്ടിന്യൂസ് റേഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് ദ ലോഫ്റ്റിയസ്റ്റ് പീക്ക്. അതായത് ഏറ്റവും ഉയരം കൂടുതലുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹിമാലയൻ പീക്സ് നമുക്ക് ഇവിടെ കാണാം, ഹിമാദ്രിയിൽ കാണാം. ദേ ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെയാണ് ഹിമാദ്രി. ഗ്രേറ്റ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയാണ്, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം എന്താണ്? ഇവിടെയായിട്ട് ആര് വരും? നമ്മുടെ ഗ്രേറ്റ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി വരും. നടുക്കായിട്ടാണ് ലെസ്സർ ഹിമാലയ വരുന്നത് ആൻഡ് ശിവാലിക് ഒക്കെ അതിന് താഴെയാണ് വരുന്നത്. അപ്പോൾ നോർത്തിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആരാണ്? ഹിമാദ്രി ആണ്. മനസ്സിലായല്ലോ. ഹിമാദ്രിയിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള പീക്സ് അല്ലെങ്കിൽ ലോഫ്റ്റിയസ്റ്റ് പീക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് അസിമെട്രിക്കൽ ഇൻ നേച്ചർ. എന്തുകൊണ്ടായിട്ട് അസിമെട്രിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്? അതായത് ഹിമാദ്രി റീജിയനിലെ ഒരു പീക്കിന്റെ അതേപോലെ ഷേപ്പ് അല്ലെങ്കിൽ അതേപോലെ ഹൈറ്റ് തൊട്ടടുത്ത പീക്കിന് ഉണ്ടാവണമെന്നില്ല. എന്താണ്?
ഇത് സിമെട്രിക്കൽ അല്ല, അസിമെട്രിക്കൽ ആണ് ഇതിന്റെ ഷേപ്പും ഹൈറ്റും എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്താണ് ഹിമാലയാസിന്റെ ഒരു വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അസിമെട്രിക്കൽ ഇൻ നേച്ചർ. അത് മാത്രമല്ല, ഇതിന്റെ കോറിലല്ലേ, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്താ കാണാം? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്രാനൈറ്റ് കാണാം. ആൻഡ് it is perennially snow bound and a number of glaciers descend from this range. ഹിമാദ്രി എന്ന പേര് തന്നെ അതിന് വരാൻ കാരണം എന്താണ്? ഇറ്റ് is snow bound and അവിടെ നമുക്ക് എന്ത് കാണാം? ഒരുപാട് ഗ്ലേഷ്യേഴ്സ് കാണാം. ഹിമാദ്രി റീജിയനിലാണ് നമുക്ക് ലോഫ്റ്റിയസ്റ്റ് പീക്ക് അല്ലെ ഹയസ്റ്റ് പീക്സ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പീക്സിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് മൗണ്ട് എവറസ്റ്റ്. എവിടെയാണ് മൗണ്ട് എവറസ്റ്റ്? ഇറ്റ് ഇസ് ഇൻ നേപ്പാൾ അല്ലേ. ഇതിന്റെ ഹൈറ്റ് നിങ്ങൾക്കിവിടെ കാണാം, 8848 meters ആണ്. ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് കാഞ്ചൻജംഗ, മക്കലു, ധൗലാഗിരി, നങ്ക പർബത്, അന്നപൂർണ, നന്ദാദേവി, കമത്, അങ്ങനെ ഒരുപാട് എന്താണ് പീക്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആദ്യത്തെ ഒരു 2, 3, 4, 5 പഠിച്ചാൽ മതി. മൗണ്ട് എവറസ്റ്റ് ആണ്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നേപ്പാളിലാണെന്ന് പഠിച്ചിരിക്കണം. കാഞ്ചൻജംഗ, മകുലു, ധൗലാഗിരി, നങ്ക പർബത്, അതുവരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഹിമാദ്രി എന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.